الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين قال سيدنا ونبينا ومولانا ومصطفانا من أحب سنتي عند فساد أمتي فله أجر مثل شهيد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا محمد سيدنا مولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തുപോയ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, രോഗങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും ജീവിത മാർഗമായി തിരഞ്ഞെടുത്ത ഹലാലായ തൊഴിലുകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആമുഖം നീട്ടിപ്പറയാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിലേറ്റവും ഉത്കൃഷ്ട പദവി അലങ്കരിക്കുന്ന വിഭാഗം മനുഷ്യ വിഭാഗമാണ്. ഈ സത്യത്തിന് സാക്ഷി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരത്തിനെ തന്നെയാണ് സത്യം, ഒലീവിനെ തന്നെയാണ് സത്യം. അനവധി നിരവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സൂര്യസീന പർവ്വതത്തിന് തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ പരിശുദ്ധമായ മക്കയെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചു ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ, കാണാൻ അഴകുള്ള ചന്തമുള്ള രൂപത്തിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്കൃഷ്ട പദവി അലങ്കരിക്കുന്ന വിഭാഗമാണ് മനുഷ്യ വിഭാഗം. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ലൈസ ലില്ലാഹി ഖൽഖുൻ അഹ്സന മിനൽ ഇൻസാൻ, മനുഷ്യനോളം സുന്ദരനായ ഒരു സൃഷ്ടി അല്ലാഹുവിന് വേറെയില്ല എന്ന് മനുഷ്യന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യ വിഭാഗത്തിനെ അല്ലാഹു ആദരിച്ചു, മനുഷ്യ വിഭാഗത്തിനെ അല്ലാഹു ബഹുമാനിച്ചു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് മൻ അഅലമുൻ നാസ്, നബിയെ ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ളത് ആർക്കാണ് നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അൽ ആഖിൽ, അത് ബുദ്ധിയുള്ള മനുഷ്യനാണ്. വീണ്ടും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, നബിയേ മൻ അഅ്ബുദുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അൽ ആഖിൽ, അത് ബുദ്ധിയുള്ള മനുഷ്യനാണ്. വീണ്ടും ചോദിച്ചു, മൻ അഫ്ദലുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആർക്കാണ് നബിയെ? അപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ബുദ്ധിയാണ് സഹോദരന്മാരെ, അവന്റെ വിവേകമാണ്. ഈ മനുഷ്യന് എവിടം വരെ എത്താൻ കഴിയുമെന്നറിയോ? ഈ മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരാൻ മനുഷ്യന് കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഈ സത്യത്തിന് സാക്ഷി നിൽക്കുന്നുണ്ടല്ലോ. ഈ സത്യത്തിന് സാക്ഷി നിൽക്കുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നമുക്കറിയാം, സൂറത്ത് നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ രാജാരം ആരാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരിക എന്ന് ചോദിച്ചപ്പോൾ, ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു തരാം. അംഗീകരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്നു തരാം സുലൈമാൻ നബിയെ. വൈന്നീ അലൈഹി ലഖവിയ്യുൻ അമീൻ, എനിക്കതിന് കഴിയും, ഞാനതിന് ശക്തിയുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്ന് ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അതിനേക്കാളും പെട്ടെന്ന് ആര് കൊണ്ടുവന്നു തരും എന്ന് ചോദിക്കുമ്പോൾ, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, വേദങ്ങളിൽ നിന്ന് വിജ്ഞാനം നൽകപ്പെട്ട ഇസ്രായേലി പണ്ഡിതൻ ആസഫ് ഇബ്നു ബർഖിയ പറയുകയാണ്, അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. സുലൈമാൻ നബിയെ, അങ്ങയുടെ കണ്ണൊന്ന് വെട്ടിവീക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവന്ന് തരാമെന്ന് പറയുകയും കേവലം പറച്ചിൽ മാത്രമല്ല, അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു. സഹോദരന്മാരെ, ഈ മനുഷ്യന്റെ ജീവിതത്തിന് ബുദ്ധി തന്നെ വിവേകം തന്നെ ആദരിച്ചതായ മനുഷ്യന്റെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട്. ഏത് വസ്തുവിനാണ് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ ലക്ഷ്യമില്ലാത്തൊരു ലക്ഷ്യമില്ലാത്ത ഒരു വസ്തുവും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഏത് വസ്തുവിനും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുവിനും ലക്ഷ്യമുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യ നിനക്ക് രണ്ട് കണ്ണ് തന്നില്ലേ, വലിസാനൻ ഒരു നാവ് തന്നില്ലേ, വശഫതൈനി രണ്ട് ചുണ്ട് തന്നില്ലേ, വഹദൈനാഹു നജ്ദൈൻ, വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്ന രണ്ട് വഴികൾ നിന്റെ മുന്നിൽ കാണിച്ചു തന്നില്ലേ? ഏതാണ് രണ്ട് വഴികൾ? തുരീഖുൽ ഖൈരി വശർരി, ഖൈറിന്റെയും ശർറിന്റെയും വഴികൾ. ഏതാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഖൈറിന്റെ വഴി എന്നറിയോ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലക്ഷക്കണക്കായ അംബിയാ മുർസലീങ്ങൾ സഞ്ചരിച്ചതായ ആ വഴി നേരെ വന്നുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും തങ്ങളുടെ കാലശേഷം ലക്ഷക്കണക്കായ സ്വഹാബാക്കൾ കടന്നുപോയ വഴി, അതിനുശേഷം സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും സഞ്ചരിച്ചതായ വഴി, ആ വഴിയാണ് സഹോദരന്മാരെ സത്യത്തിന്റെ വഴി. ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിലൂടെ സഞ്ചരിച്ചാൽ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, സായിബാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തിൽ നമുക്ക് കിടക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് സത്യത്തിന്റെ വഴി.